അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കി എടുത്താലോ. ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ റെഡിയാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ടൊരു തേങ്ങ അരപ്പും കൂടെ റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തോരൻ വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. ഇതാണ് നമ്മളിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ കുടപ്പനില്ലേ, വാഴപ്പൂവ് വാഴക്കൂമ്പ് എന്നൊക്കെ പറയുമല്ലോ, അവനെ ഒന്ന് വെട്ടിയെടുത്ത് റെഡിയാക്കിയിട്ട് ഇത് താളിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ രസത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാഴക്കൂമ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനപ്പുറത്ത് അടുപ്പിലേക്ക് തട്ടിയിട്ട് ഇവിടെ നമുക്ക് രസവും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ രസം വയ്ക്കുമ്പോൾ കുറച്ച് ഉലുവയും കടുകും കൂടെ പൊട്ടിച്ചിട്ടാണ് വയ്ക്കാറുള്ളത്. എന്നിട്ട് ഈ അരപ്പും കൂടി ഇട്ടിട്ട് അതിൽ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങാരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ട തക്കാളിയൊക്കെ നന്നായി വെന്ത് അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ആവശ്യത്തിന് പുളിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങാരപ്പൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ തോരനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും രസവും തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളി രസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്പൈസി ആയിട്ട് ഒരു പൊട്ടറ്റോ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ എരിവൊന്നും ഇടാത്ത കുഞ്ഞിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നല്ലോണം മുളക് പൊടിയും ചതച്ച മുളകൊക്കെ ഇട്ട് പൊട്ടറ്റോയും ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ആവശ്യത്തിലധികം കുറേ അധികം രസം ഒഴിച്ചിട്ട് ഈ വാഴക്കൂമ്പ് തോരനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ടാറ്റാ.